ആരാത്? നിങ്ങൾ ഈ സമയത്ത്? ചേച്ചി, നിങ്ങൾ സംസാരിക്കേ, ഞാനിങ്ങോട്ട് മാറിയിക്കാം. സൂസി, ഇല്ല, സംസാരിക്കേ. ഞാനൊരു സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത്. എന്ത് സഹായം? നാളെ വരുന്ന ആ കല്യാണാലോചന എനിക്കിഷ്ടമല്ല. അപ്പച്ചനും അമ്മച്ചിയും അത് നടത്തും. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. ഞാനിങ്ങനെ പറഞ്ഞൂന്ന് അമ്മച്ചിയും അപ്പച്ചനും അറിയുകയും ചെയ്യരുത്. ഇതെന്തത്? ഇത് കോഴിയാ, പന്നി വറക്കുന്നുണ്ട്. മോളിക്കുട്ടിയെ കാപ്പിക്ക് ഇച്ചിരി വെള്ളം കൂടെ വെച്ചേടി. ദേ അവര് വന്നു കേട്ടോ. അങ്ങോട്ട് ചെന്നേ, ഇത് കിട്ടും. നമസ്കാരം. നമസ്കാരം. ചെറുക്കൻ ഞങ്ങളാരെയും കണ്ടാൽ ചെറുക്കനായിട്ട് തോന്നത്തില്ലയോ? ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു. നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ. ഞാനാ ചെറുക്കന്റെ അപ്പൻ അന്ത്രോസ്. ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായ. കുട്ടിയപ്പാ, ഫാദർ ഇൻ ലോ ആണല്ലേ? കുട്ടിയപ്പനാണില്ലേ? ഇത് പെണ്ണിന്റെ അമ്മ ഏലിയാമ്മ. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഓരോ അളിയന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി. മോനെ, ഓ ഒരു പരിഷ്കാരി. കണ്ടോടി കണ്ടോടി, പാന്റും കാൽസറായും ബെൽറ്റും. എന്നാ ഒരു പരിഷ്കാരി, എന്നാ മണം അവന്റെ അടുത്ത്. ഏതൊക്കെ സെന്റ് അവനടിച്ചിരിക്കുന്നു. സെന്റ് അടിച്ചിരിക്കുന്നൊക്കെ ശരിയാ, എന്നാൽ ഇതൊന്നും അല്ല മച്ചി ഇപ്പോഴത്തെ പരിഷ്കാരം. പിന്നെ എന്നതാടി പരിഷ്കാരം? പാന്റിന് പാന്റില്ലേ, ബെൽറ്റിന് ബെൽറ്റില്ലേ, സെന്റിന് സെന്റില്ലേ, പിന്നെ എന്നാ വേണോന്ന്. എന്റെ അമ്മച്ചി, ഇതൊരു 25 വർഷം മുമ്പുള്ള പരിഷ്കാരാ. മിണ്ടി പോരുത്. നിനക്കല്ല, അവക്ക് ഇഷ്ടമായി. അവിടെ മോഹം കണ്ട എനിക്കറിയാവല്ലോ. നീ അങ്ങോട്ട് ചെല്ലടി. എന്റെ അമ്മച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഈ കാട്ടുമാക്കാനെ നമുക്ക് വേണ്ട. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു ഒറ്റ ചേമ്പങ്ങ് വെച്ചിട്ട് ഞാൻ കേട്ടോ. പെണ്ണിന്റെ ഇത്തിരി കൂടുന്നുണ്ട് നേളിപ്പ്. 75,000 രൂപ സ്ത്രീധനം വാങ്ങിച്ചോണ്ട് നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയെ കേൾവി ദോഷമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ എന്റെ ചെറുക്കൻ ഇന്നത്തെ നിലയ്ക്ക് സാധിക്കും. അറിയാവല്ലോ. എന്റെ പൊന്നു കൂടപ്പിറപ്പേ, അത്രയും സ്ത്രീധനം തരാനൊന്നും ഞങ്ങൾക്ക് പാങ്ങില്ല. തുക അല്പം കുറഞ്ഞാലും വേണ്ടില്ല, ഉള്ളത് റൊക്കം പണമായിട്ട് തന്നെ കിട്ടണം. അല്ലയോടാ? റൊക്കം പണമായിട്ട് കിട്ടണം. ഒരു 10-15,000 രൂപ കുറഞ്ഞാലും ഞാൻ അങ്ങ് സമ്മതിച്ചേക്കാം. സമ്മതമാണെങ്കിൽ ഈ 25 നോയമ്പ് വിടൽ കഴിഞ്ഞ് ധനുവിലോ മകരത്തിലോ കല്യാണം നടത്താം. എനിക്ക് ഫോർമാലിറ്റിയിലൊന്നും വിശ്വാസമില്ല. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും. കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. ദാ ആ മുഖത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്നാൽ ഒരു ചടങ്ങെന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. എന്നെ ഇഷ്ടമായോ? ഉത്തരവ് എനിക്കറിയാം. ഇഷ്ടമാണ്, ഇഷ്ടമാകും. ഹായ് കുഞ്ഞച്ചൻ ചേട്ടൻ. ഇവനെ ഈ നേരത്തന്നെ അതിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇവനെന്താ ഇവിടെ കാര്യം? ഇവൻ ആ കോട്ടയം കുഞ്ഞച്ചനല്ലേ? അതെ, കുത്തുകേസിലെ പ്രതി. അറിയോ? പിന്നെ ഇവനിവിടേക്ക് വന്ന് തല്ലാനും കുത്താനും വന്നിട്ടുള്ളതല്ലേ? ഞങ്ങളുടെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാ. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ചേട്ടത്തെ ചില മീന ലാഭത്തിന് കിട്ടിയപ്പോ മേടിച്ചതാ. ഇവര് ഈ കിഴക്കമ്മലെ ഉണക്കമീനൊക്കെ തന്ന് കിടക്കുമല്ലയോ, പുളിയിട്ട് വെച്ചാട്ടെ. ചെറുക്കൻ എന്തിയേ? നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ. ഇവരൊക്കെ ചെറുക്കന്റെ ഞാൻ അപ്പൻ, ഇത് അമ്മാവൻ. എന്നറിയാമല്ലോ, കേട്ട് കാണുമല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുവാ. എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ? അയ്യേ, ഇവനാണ് പരിഷ്കാരി. പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. അല്ല, കുഞ്ഞച്ചൻ ഇതിലൊന്നും കയറി ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. കുഞ്ഞച്ചനൊന്ന് പോയേ. ഞാനിവിടെ ഒരു വാടകക്കാരനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെയല്ലേ ചേട്ടത്തി? ഞാനും മോളിക്കുട്ടി നമ്മളെ ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ എനിക്കിതൊക്കെ അന്വേഷിക്കാമല്ലോ. അല്ല, ഇരിപ്പോശം എന്ന് പറയുമ്പം
നിങ്ങൾ തമ്മിൽ എന്നതാ ഇരിപ്പോശം? അല്ല ഞങ്ങള് തമ്മിലുള്ള ഇരിപ്പോശം എന്ന് പറയുമ്പോ ഒരു നിന്നെ ഒരു മിറ്റവും അല്ല ചേട്ടത്തി. അല്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ? അല്ല ദേ, ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി. ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 35 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസ്. എന്നെയാണോ? ഇത് നമുക്ക് വേണ്ട ചേട്ടത്തി, ശരിയാകുകയല്ല. ആ കിഴക്കമ്മലയെ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണോ? എന്തുണ്ടേലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ. കണ്ടോ 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 ആ പെണ്ണ് പോയ പോക്ക് കണ്ടോ? പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ? അല്ല ഈ അത് കാട്ടുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ? ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. ആ കുട്ടിയപ്പാ, മീനൊക്കെ വറുത്ത് ഉണ്ടേച്ച് പോയാ മതി. അവിടെ ആ കിഴക്കമ്മലയിൽ ഉണക്കപ്പരമാക്കി തിന്ന് വയറ് ഉണ്ടായിരിക്കുമായിരിക്കും അല്ലയോ? നല്ല ഒന്നാമതിനും പുഴ വീടാ, തട്ടേച്ച് പോയാ മതി. കുട്ടിയപ്പനപ്പോ അപ്പൊ കാണാം. ചേട്ടൻ ഞാനപ്പം മുറി കാണും കേട്ടോ. കുഞ്ഞച്ഛൻ അങ്ങനെയാ, അവൻ ഇങ്ങനെ കണ്ണും മൂക്കും ഇല്ലാതെ സംസാരിക്കുന്ന സ്വഭാവമാ. അല്ല, കണ്ണും മൂക്കും ഇല്ലാതെ ആണെങ്കിലും അവൻ പറഞ്ഞ വർത്താനം ചില സ്ഥലത്തൊക്കെ കൊള്ളുന്നതാ. പെണ്ണുമായിട്ടുള്ള ഒരു ഇരിപ്പുവശം. ആ ഏതായാലും ഞങ്ങളൊന്ന് ആലോചിച്ചു പിരിയാനോ? നമുക്ക് സംസാരിച്ച് ഒതുക്കി തീർക്കാം. വാടാ നാണം കെട്ടവനെ. അല്ല, അങ്ങനെ പിണങ്ങി പോവാണോ? ഏലിയമ്മേ, അവൻ വാടകക്കാരൻ, പോക്രി. നമ്മൾ ഇവിടെ ഒരു വീട്ടുകാവൽക്കാരനെ പോലെ കിടത്തിയിട്ട്. അല്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാ വരാം. ഉടക്കി പോവല്ല. വാടാ വാ. അന്ന് പോയിട്ട് വരട്ടെ ഫാദറിലോ മദറിലോ. എങ്ങനെയുണ്ട്? കാലക്കി. ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട്. എന്റെ വകയല്ല, ചേച്ചിയുടെ വക. അതൊക്കെ എന്റെ സൂസിക്കുഞ്ഞിഞ്ഞ് വാങ്ങിച്ച് നന്നേച്ചാ മതി. കർത്താവേ. അല്ല, അവനിത് എന്നാ പറ്റിയതാ? അവൻ എന്നാ വർത്താനായി പറഞ്ഞത്? ഇനി വല്ല വട്ടുവാണോ? ഈ ചുരുത്തം കെട്ടവളെ, നീയല്ലേ ഇവനെയൊക്കെ വീട്ടിൽ കയറ്റി കിടത്താൻ പറഞ്ഞത്? ഒന്ന് പതുക്കെ പറ. എന്നാലും എന്റെ പെങ്കൊച്ചുങ്ങളെ, ആ ചെറുക്കൻ ഇത് എന്നാ കാട്ടായോ ആയി കാണിച്ചത്? അമ്മച്ചിയല്ലേ കയറ്റി കിടത്തിയത്? നിനക്ക് ആ ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ മോളെ? ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഇഷ്ടപ്പെട്ടില്ലേൽ എന്ത് കാര്യം? എനിക്ക് ആ കോട്ടയം കൊച്ചാനോട് 2 വർത്താനം ചോദിക്കാതെ എന്റെ നാക്കിലെ ചൊറിച്ചില് മാറുകയല്ല. കുഞ്ഞച്ചോ, അവിടെ നിന്നേ. എന്നാ ചേട്ടത്തി? അല്ല, നീ ഇത് എന്നാ കാട്ടായോ കുഞ്ഞച്ചോ ഈ കാണിച്ചത്? എന്റെ ആങ്ങളമാർ എന്തുമാത്രം ആറ്റുമായിട്ടിരുന്ന് കൊണ്ടുവന്നതാ. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിച്ച? നീ ഇത് എന്നെ ഭാവിച്ചോണ്ടാ എന്റെ കുഞ്ഞച്ചാ? എന്റെ പൊന്ന് ചേട്ടത്തി, ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലയൊക്കെ ആരെങ്കിലും നോക്കൂ? ഓ, നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേ എന്നോർത്ത് മീനുമൊക്കെ മേടിച്ചാണ്ട് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു. എണ്ണയും തേച്ച് പരിഷ്കാരിയാന്നും പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് ഇവൻ ചേരുവോ? കുറെ ഏലക്കായും റബ്ബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇച്ചിരി മനഃപൂർവ്വം തന്നെ പറഞ്ഞതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് കോപം തോന്നും. എന്നാലും നിങ്ങളെ മോളിക്കുട്ടിയെ വിളിച്ച് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയേ. അവർക്ക് ഇഷ്ടപ്പെട്ട കാണത്തില്ല ഈ സാധനത്തിന്. അത് നിനക്കെങ്ങനെ അറിയാം? നിന്നോട് അവളങ്ങനെ പറയാൻ പറ്റോ? ചെയ്തോ? എന്നോട് അങ്ങനെ പറഞ്ഞെന്നോ? അയ്യോ, ഞാൻ ഇങ്ങനെ ഒരുപാട് പെമ്പിള്ളേരെ കണ്ടിട്ടുള്ളല്ലേ ചേട്ടത്തി. എനിക്കറിയാം നമ്മുടെ മോളിക്കുട്ടിക്ക് നല്ല മണി പോലത്തെ ആമ്പിള്ളേരെ കിട്ടും. ഓ, എവിടെ കിട്ടാനാ? ഇവിടെ തന്നെ. എവിടെ തന്നെ? ഇവിടെ തന്നെ എന്ന് പറഞ്ഞാ നമ്മുടെ ഇവിടെ തന്നെ. കാണാൻ കൊള്ളാവുന്നതും അല്പത്തൊട്ടും സാമ്പത്തികം ഉള്ളതും പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബവും കൊലം ഒന്നും കാണുകയില്ല. ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ലവരാ. പിന്നെ പണ്ട് ചീത്തയായിരുന്നിട്ട് പിന്നെ നല്ലവരായ, അല്ല അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട്. എടാ, മതി മതി. ആ